ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കാറ്റ്സ് ഗ്ലോ ക്രീപ്പർ പ്ലാന്റിനെ പറ്റിയും അതുപോലെ തന്നെ ലാൻഡാന പ്ലാന്റിൻ്റെ കെയർ, പ്രൊപ്പഗേഷൻ, അതിൻ്റെ ഫെർട്ടിലൈസർ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, പോട്ടിംഗ് മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇന്ന് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് ജാൻസി മാഡമാണ്. ഇനിയും വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ആ പ്ലാന്റിൻ്റെ പേര് ഒന്ന് കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. അപ്പം ഞങ്ങളത് നോക്കിയിട്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ടും വീഡിയോസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഏതെങ്കിലും തരത്തിൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഓരോ നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് മുന്നോട്ടുള്ള ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും ഒരു പ്രചോദനമാണ്. അതുപോലെ തന്നെ ഇതുവരെയും ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. ഹായ്, ഞാൻ സലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഹായ്, സ്നേഹമുള്ള എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം കേട്ടോ. കഴിഞ്ഞ എപ്പിസോഡ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇഷ്ടം അറിയിച്ചതിലും കമൻറ്റുകൾ രേഖപ്പെടുത്തിയതിലും നല്ല കമൻറ്റുകൾ രേഖപ്പെടുത്തിയതിലും ഒത്തിരി സന്തോഷം. എല്ലാവരോടും നന്ദി പറയുകയാണ്. വേറെ ഒന്നുമല്ല, നിങ്ങളുടെ കമൻറ്റും ഇഷ്ടം അറിയിക്കലൊക്കെയാണ് നമുക്കൊരു ഇൻസ്പിറേഷൻ. ചെടി അത്രയേറെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ നിങ്ങൾക്കറിയാലോ, സമയക്കുറവുണ്ടെങ്കിലും ഈ ചെടിയിൽ നിന്ന് കിട്ടുന്ന സന്തോഷമാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് എപ്പോഴും ഇപ്പോൾ വർഷക്കാലത്തായാലും അല്ലെങ്കിൽ വേനൽക്കാലത്തായാലും നമ്മുടെ തോട്ടത്തിലുണ്ടെങ്കിൽ ഒരു പൂക്കളുടെ സാന്നിധ്യം, നിറ സാന്നിധ്യം നൽകുന്ന രണ്ട് ചെടികളെ വീട്ടിലെ ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് പൂണ്ടായി നിൽക്കുന്ന രണ്ട് ചെടികളെ പരിചയപ്പെടുത്താണ്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ കാറ്റ് ഗ്ലോ എന്ന് പറയുന്ന ചെടിയും നമ്മുടെ കൊങ്ങിണി ചെടിയുടെ വൈറ്റും ബ്ലൂവും ലൈറ്റ് വയലറ്റും മഞ്ഞയൊക്കെ നമുക്ക് ഇതേപോലെ നടാം. എന്നാലും വൈറ്റിൽ പൂവുണ്ടായി നിൽക്കുന്നതാണ് നല്ലൊരു ഭംഗി. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഭംഗി കാണുമ്പോൾ അതിലും നിങ്ങൾ അതുപോലെയൊക്കെ ഒന്ന് ചെയ്യാൻ നോക്കുമല്ലോ. പലർക്കും സംശയം ഉണ്ടാവും. എൻ്റെ പല വീഡിയോസിലും ഞാനത് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും ആ ഒരു രണ്ട് ചെടിയെ പറ്റിയിട്ടുള്ള കെയറിങ് ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. ഒത്തിരി സന്തോഷത്തോടെയാണ് കേട്ടോ ഞാൻ ഈ കാറ്റ് ഗ്ലോ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വേറെ ഒന്നുമല്ല, ഒരു കൊല്ലം മുമ്പ് ഞാൻ ഓൺലൈനിൽ ചെറിയൊരു കമ്പ്, അതായത് ഇതുപോലെയുള്ള ഒരു ചെറിയ കമ്പിൻ്റെ വേര് പിടിപ്പിച്ച് കിട്ടിയ ഒരു തണ്ട് ഓൺലൈനിൽ വാങ്ങിയതാണ്. 80 രൂപയായിട്ടുള്ളൂ എന്നാണ്, പിന്നെ കൊറിയർ ചാർജും. എന്നാലും എനിക്കത് ഈ പൂക്കൾ ഓരോ ഫോട്ടോയിലും ഓരോ വീഡിയോസിലും ഓരോരുത്തരുടെ പൂന്തോട്ടത്തിൽ നിൽക്കണ കാണുമ്പോൾ കൊതിയായിട്ടാണ് ഞാനത് വാങ്ങിയത്. പക്ഷേ ഒരു കൊല്ലം കഴിഞ്ഞു, നല്ല ഉഷാറായി. ഒരു 6 മാസം കഴിഞ്ഞപ്പോഴേക്കും ചെടിക്ക് നല്ല ഉഷാറായെങ്കിലും പൂക്കൾ ഒന്നോ രണ്ടോ, മഴക്കാലത്തൊക്കെ എനിക്ക് പൂക്കൾ ഒന്നോ രണ്ടൊക്കെ കിട്ടിയുള്ളൂ. അപ്പോൾ വിഷമമായിരുന്നു. അപ്പോൾ ഞാനിതിന് വേണ്ട വളപ്രയോഗവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇതുപോലെ നിറച്ച് പൂത്തിട്ടുണ്ട്. അപ്പോൾ നിറച്ച് പൂത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തത്. 1, 2, 3 പൂക്കളൊക്കെ ഉണ്ടായപ്പോൾ എനിക്ക് തോന്നി അത് നിങ്ങളെ അറിയിച്ചിട്ട് കാര്യമില്ല. ഇത്രയും ഉഷാറായി വന്നപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. സ്ഥലമില്ല എന്ന് വിചാരിച്ചാൽ ഈ പടർത്തൻ്റെ ചെടിയല്ലേ എന്ന് ഓർത്ത് നമ്മളിത് ഉപേക്ഷിക്കേണ്ട. നമുക്കിതുപോലെ ചട്ടിയിൽ വളർത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെയുള്ളൊരു ഭംഗിയുള്ളൊരു ചെടി എങ്ങനെയാണ് ഞാൻ ഇത്രയാക്കി എന്നുള്ളതിൻ്റെ കെയറിങ് ആണ് പറയുന്നത്. ഇത് പ്രൊപ്പഗേഷൻ ഈസിയാണെന്ന് തോന്നുന്നു. നല്ല മൂത്ത തണ്ട് നമുക്ക് കവറിലൊക്കെ നട്ട് പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ നിലത്ത് നടുകയോ ചെയ്താൽ മഴക്കാലത്ത് നടുകയാണെങ്കിൽ പെട്ടെന്ന് പിടിച്ച് കിട്ടും. നല്ല വേനൽക്ക് ഇതിൻ്റെ തണ്ട് പിടിച്ച് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് വിഷമമുള്ള കാര്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതേപോലെ ചട്ടിയിൽ വളർത്തിയതിന് ശേഷം നമ്മൾ റിങ്ങുകൾ വെച്ച് കൊടുക്കുക. ഈ റിങ് എങ്ങനെയാണ് വെച്ചതെന്നുള്ളത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം കേട്ടോ. വേറൊരു റിങ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും മനോഹരമായിട്ട് നിൽക്കുന്ന ഈ കാറ്റ് ഗ്ലോ കാണുകയാണെങ്കിൽ നിങ്ങൾ സ്വന്തമാക്കുക കേട്ടോ. ഗ്ലോയ്ക്കും ഇതുപോലെ നമ്മൾ ചെടിച്ചട്ടിയിലാണ് നടന്നതെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വളം കൊടുക്കണം കേട്ടോ. അതേസമയം നമ്മൾ മണ്ണിലാണ് നടന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര വലിയ കുഴപ്പമില്ല. ആരുടെ വേര് എല്ലായിടത്തേക്കും പടർന്നു പോയിട്ട് വളമൊക്കെ വലിച്ചെടുത്തുള്ളൂ. പക്ഷെ നമ്മളിതുപോലെ ചട്ടിയിലാണ് നടന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വളപ്രയോഗം ഒന്ന് ശ്രദ്ധിച്ചാലാണ് ഇത് ഉഷാറാകുകയുള്ളൂ. അതുപോലെ നല്ല രീതിയിൽ പൂവിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഈ കല്ലുകൾ വെച്ചിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കണ്ട കേട്ടോ. എനിക്കിവിടെ കുറച്ച് കോഴികളുണ്ട്. മുട്ട തരുന്ന നല്ല നാടൻ കോഴികളാണ്. അപ്പോൾ അവയുടെ പ്രത്യേകത എന്താണെന്നറിയാലോ, മണ്ണ് എവിടെയെങ്കിലും നനഞ്ഞെടുക്കണമെങ്കിൽ അപ്പോൾ അവിടെ ചിക്കിത്തിരയാൻ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കല്ലോ അല്ലെങ്കിൽ ചകിരിപ്പൊളിയോ
അല്ലെങ്കിൽ ചിരട്ടയൊക്കെ കമത്തി വയ്ക്കാറുണ്ട്. അപ്പോൾ ഈ നമ്മൾ ചെയ്യുന്ന ഇതിന് കൊടുക്കുന്ന വളം ഞാൻ കഴിഞ്ഞ ബോഗൻവില്ലയുടെ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങളൊക്കെ പരിചയപ്പെടുത്തിയ വളക്കൂട്ട് തന്നെയാണ്. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച്, ഇതിപ്പോൾ വേനൽക്കാലമാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചകിരിച്ചോറും വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആണെങ്കിൽ എല്ലുപൊടിയും എല്ലാം അതും കൂടി ഞാൻ ഇങ്ങനെ കൂട്ടി വെച്ചിരുന്നതാണ്. ഈ വളക്കൂട്ട് തന്നെയാണ് ഇവയ്ക്ക് ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു, നമ്മൾ ഇടയ്ക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം പൂവില്ലാത്ത ചെടികൾ, പൂവിടാൻ മടിക്കുന്ന ചെടികൾക്കും അതുപോലെ പൂവൊന്ന് ഉഷാറായി വരാനായിട്ടും 19-19 നമ്മൾ ഇടയ്ക്ക് കൊടുക്കുന്നതെന്ന് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പരിചയപ്പെടുത്തി ഈ 19-19ൻ്റെ തരി കണ്ടപ്പോൾ ചോദിച്ചു, പഞ്ചസാര തരി പോലെ 19-19 കിട്ടുന്നുണ്ട്, അത് നല്ലതല്ലേ എന്ന്. അതും നല്ലതാണ് കേട്ടോ. പല കമ്പനിക്കാർ പല രീതിയിൽ ഇറക്കുന്നുള്ളൂ. 19-19 കണ്ടത് പഞ്ചസാര തരിയാണ്. ഇത് കുറച്ച് എയർ കയറിയതുകൊണ്ട് ഇത് വെള്ളം കയറിയിട്ടുണ്ട്, വെള്ളം പോലെ നമ്മുടെ ഉപ്പലിയുന്ന പോലെ അരിയും. അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇതും 19-19 തന്നെയാണ്. അതുപോലെ ഇതുപോലെ കിട്ടുന്നതും 19-19 തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിതിൻ്റെ ചുവടിലെ ഈ ഇത് കോഴികളില്ലാത്തവരിതൊന്നും ചെയ്യണ്ട കേട്ടോ. പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്. മണ്ണിൽ ഇതുപോലെ കല്ലോ അല്ലെങ്കിൽ ചകിരിപ്പൊളിയോ എന്തെങ്കിലും ചട്ടിയിൽ കമത്തി വെച്ച് കൊടുത്താൽ എപ്പോഴും ഈർപ്പം നിൽക്കും വേനൽക്കാലത്ത്. അപ്പോൾ നമ്മളിതുപോലെ കുറച്ച് വളം ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് മണ്ണൊക്കെ നന്നായിട്ട് ഇളക്കി നല്ല ഭംഗിയാക്കാം. അപ്പോൾ അത് കണ്ടോ, വേരുകളൊക്കെ ഉണ്ട്. കുറച്ച് വേരുകളൊക്കെ പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതുപോലെയുള്ള ചെടികൾക്കൊന്നും വേരുകൾ കുറച്ച് പോയാലും ഒരു കുഴപ്പമില്ല. ഇതൊന്ന് നല്ല രീതിയിൽ വെള്ളം വാർന്ന് പോകാവുന്ന രീതിയിൽ ഒരു എയർ പാസിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇത്രയും മതി. നമ്മുടെ ക്യാറ്റ് ക്ലോ ആയാലും ഏത് ചെടിയായാലും, കൊങ്ങിണി ആയിക്കോട്ടെ, ഏത് മഞ്ഞക്കൊളാമ്പി ആയിക്കോട്ടെ, ഏത് ചെടിയും ഇതേപോലത്തെ വളം കൊടുത്തു നോക്കിക്കോളൂ, നല്ല ഉഷാറായിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ പൂവുണ്ടായതിനു ശേഷമല്ല കേട്ടോ 19-19 ചേർക്കേണ്ടത്. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പൂവുണ്ടാകുന്നതിന് മുമ്പ് നല്ല നമ്മൾ ജൈവവളം അല്ലെങ്കിൽ നമ്മൾ എല്ലുപൊടി ഈ വളക്കൂട്ടൊക്കെ ഇട്ടതിന് ശേഷം ചെടി നല്ല ഉഷാറായിട്ട് വരുമ്പോൾ, പൂക്കൾ ഉണ്ടാവാൻ മടിക്കുന്നു അല്ലെങ്കിൽ മുട്ടുണ്ടാവുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചെടികളൊന്നും ഉഷാറായി കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ 19-19 ചേർക്കേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഗ്രീൻ കെയർ പോലെയുള്ള സ്പ്രേ ചെയ്യേണ്ട കാര്യമുള്ളൂ കേട്ടോ. പൂക്കൾ നന്നായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇവയുടെ പ്രയോഗം നിർത്താം. അതുപോലെ 19-19 ഒഴിച്ചു കൊടുക്കുമ്പോൾ ആഴ്ചയിൽ 2 ദിവസം ഒഴിച്ചു കൊടുക്കുക. ഗ്രീൻ കെയർ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം സ്പ്രേ ചെയ്യുക. മുട്ടകളായെന്ന് കണ്ടാൽ നമ്മൾ അത്തരം ഫ്ലവറിംഗ് ബൂസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും NPK ഒന്നും ചെയ്യണ്ട കേട്ടോ. നമ്മൾ ചുവട്ടിൽ കൊടുക്കുന്ന ജൈവവളത്തിൻ്റെ കാര്യങ്ങൾ മാത്രം മതി. ജൈവവളം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലുപൊടി, അതുപോലെ ചാണകപ്പൊടിയോ വെർമി കമ്പോസ്റ്റോ അതെല്ലാം ചേർത്തിട്ട് നമ്മൾ ചുവട്ടിലിട്ട് കൊടുക്കുന്നത് മാത്രം മതി. എല്ലാ ചെടികൾക്കും ഇതേ രീതി തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഏകദേശം മിക്ക ചെടികളും, പിന്നെ പെട്ടെന്ന് സെൻസിറ്റീവായിട്ട് പോകുന്ന ചെടികൾക്ക് മാത്രമാണ് നമ്മൾ കൂടുതൽ ജൈവവളം കൊടുക്കാതെ നോക്കേണ്ടത്. എൻ്റെ പൂന്തോട്ടത്തിലെ ഏറ്റവും ഹൈലൈറ്റായിട്ട് തോന്നുന്ന ചെടികളിൽ ഒന്നാണ് നമ്മുടെ കൊങ്ങിണി ചെടി, അല്ലെങ്കിൽ അരിപ്പൂ എന്ന് പറയും, കൊങ്ങിണിപ്പൂ എന്നൊക്കെ പറയുന്ന ചെടി. അത് നമ്മുടെ PVC പൈപ്പിലാണ് നട്ടിരിക്കുന്നത്. അത് ഇതിനു മുമ്പുള്ള വീഡിയോസിലൊക്കെ നിങ്ങളെല്ലാവരും കണ്ടു കാണും. അപ്പോൾ ഈ ഒരു ചെടിയുടെ ഭംഗിയാണ് ഇന്ന് രണ്ടാമതായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ PVC പൈപ്പിൽ നമുക്ക് എന്താ പറയുക, പോട്ടി മിശ്രിതം എല്ലാം നിറച്ചതിന് ശേഷം PVC പൈപ്പോ അല്ലെങ്കിൽ നമ്മുടെ പുകയില്ലാത്ത അടുപ്പിന് ഉപയോഗിക്കുന്ന പൈപ്പോ ആയാലും കുഴപ്പമില്ല, അത് നമ്മൾ മണ്ണിൽ പൈപ്പ് കുഴിച്ചിട്ടിട്ട് അതിലേക്ക് നമ്മൾ പോട്ടി മിശ്രിതം ഇട്ടതിന് ശേഷം നമ്മൾ കവറിൽ നട്ട് പിടിപ്പിച്ച കൊങ്ങിണി ചെടിയുടെ തൈയോ അല്ലെങ്കിൽ നഴ്സറിയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന കവറുണ്ടല്ലോ, അതോ അതിൻ്റെ കവർ മാറ്റിയിട്ട് നമ്മൾ നേരെ നടുന്നു. ഒരു 3/4 ഭാഗത്തോളം മണ്ണ് നിറയ്ക്കുക. ഒരു കാലിന് മുകളിലേക്കൊരു 7-8 ഇഞ്ചെങ്കിലും ഫ്രീ ആയിട്ട് കിടക്കണം കേട്ടോ. എന്നിട്ട് അത് നമ്മുടെ പഴയ വീഡിയോസ് നിങ്ങൾ കണ്ടാൽ, പുതിയ ആൾക്കാർക്ക് മനസ്സിലാവാനായിട്ട് പഴയ വീഡിയോസ് ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ അതുപോലെ നട്ടതിന് ശേഷം പിന്നെ നമ്മൾ പലപ്പോഴായിട്ട് ലിക്വിഡ് ഫെർട്ടിലൈസറാണ് പിന്നെ കൊടുക്കുക. അപ്പോൾ പോട്ടി മിശ്രിതത്തിൽ നമ്മൾ ചാണകപ്പൊടിയും അതുപോലെ മണ്ണിൻ്റെ കൂടെ ചാണകപ്പൊടിയും കുറച്ച് ചകിരിച്ചോറും അതുപോലെ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും എല്ലാം ചേർന്ന് മിശ്രിതമാണ് നമ്മൾ നിറയ്ക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു കാര്യം ചെയ്യണം, നമ്മുടെ ഈ കൊങ്ങിണി ചെടിക്ക് പെട്ടെന്ന് ഈ ചിതൽ വരും. അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മൾ ഫംഗിസൈഡായിട്ടുള്ള സാഫ് നമ്മൾ മണ്ണിൽ ചേർക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അതും കൂടി ചേർത്താൽ പിന്നെ കേടുകൾ കുറയും. അപ്പോൾ അത് അങ്ങനെ നട്ടതിന് ശേഷം നമ്മൾ റിങ് വെച്ചിട്ട് ഇതുപോലെ മുകളിലേക്ക് പടർത്താണ്. അതേസമയം ഇത് ലൈറ്റ് വയലറ്റിനൊക്കെ ഇങ്ങനെ ഒരു സംവിധാനം ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലാത്ത മഞ്ഞ റെഡ് കളറുകളൊക്കെ ഈ PVC പൈപ്പിൽ നട്ട് കഴിഞ്ഞ് നേരെ റിങ് വെച്ചില്ലെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇത് കിടന്നോളും. റിങ് വെച്ച ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അപ്പോൾ റിങ് എപ്പോഴും എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ ഇതുപോലെ നട്ട് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തെടുക്കുന്ന ഈ ചെടി നിങ്ങൾ പൂന്തോട്ടത്തിൽ ഉണ്ടാക്കിയാൽ എപ്പോഴും ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ വർഷക്കാലത്തും നമുക്ക് നന്നായിട്ട് പൂ കിട്ടും,
വേനൽക്കാലത്തും പൂ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇതിന് വെക്കുന്ന റിങ് ഞാൻ ഒരെണ്ണം ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിന് പിന്നെ വരുന്നൊരു പ്രശ്നം, ഈ ചെടിക്ക് വരുന്ന പ്രശ്നം പൂപ്പലാണ്. നമ്മുടെ ഇലയൊക്കെ ഇങ്ങനെ കറുത്തു പോകും. അപ്പോൾ അത് ഒരു തരം ഫംഗസ് ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഫംഗിസൈഡ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ആ ഫംഗിസൈഡ് കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ആ ചെടി അപ്പം തന്നെ പ്രൂൺ ചെയ്യണം. ഇത് കറുത്ത് തുടങ്ങിയെന്ന് കണ്ടാൽ നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തണം, ഈ ചീച്ചിൽ വീണ്ടും താഴത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. അതൊരു പ്രത്യേക എന്താ പറയുക, ഫംഗിസൈഡ് ഇത് തന്നെയാണ്, പൂപ്പൽ രോഗം തന്നെയാണ്. അത് പ്രൂൺ ചെയ്ത് കളയുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ചിലർ പറയുന്നത് ഇലകളൊക്കെ കൊഴിഞ്ഞു പോകുന്നത് മണ്ണിൽ വെള്ളം കെട്ടിക്കിടന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ വേര് കെട്ടുപോയിട്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടാണ്. എങ്കിലും പ്രൂൺ ചെയ്ത് നിർത്തുക, അത് ഇളക്കി ഒന്ന് നോക്കുക, അതിനകത്ത് ചെതൽ വല്ലതും കയറിയിട്ടുണ്ടോ എന്ന് നോക്കുക. അതൊക്കെയാണ് ഈ ചെടികൾക്ക് വരുന്ന ഒരു പ്രശ്നം. അല്ലെങ്കിൽ ഇത് നല്ല ഹെൽത്തി ആയിട്ട് കുറേ നാൾ നമ്മുടെ തോട്ടത്തിൽ ഉണ്ടായിക്കോളൂ കേട്ടോ. പിന്നെ പൂ ഉണ്ടാവാൻ മടിക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ കുറച്ച് 19 വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ഗ്രീൻ കെയറോ ഒക്കെ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതാണ് ഞാൻ ഇപ്പോൾ കൊങ്ങിണിച്ചെടിയും അതുപോലെ കാറ്റ് ക്ലോ ഒക്കെ നടാനായിട്ട് എടുത്തിരിക്കുന്ന റിങ്ങിൻ്റെ ഒരു മോഡൽ കേട്ടോ. നിങ്ങൾക്കറിയാമായിരിക്കാം, ഇത് ഞങ്ങൾ പഴയ ഇരുമ്പുകൾ കൊടുക്കുന്ന കടയിൽ ചെന്നിട്ട് നമുക്ക് ഇങ്ങനെ കമ്പികൾ കിട്ടും. ആ കമ്പികൾ ഇതുപോലെ വളച്ച് സ്റ്റിയറിങ് ആക്കിയിട്ട് ഹസ്ബൻഡ് തന്നെ വെൽഡ് ചെയ്തതാണ്. അതല്ലാന്നെങ്കിൽ നമുക്ക് ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ നമുക്ക് ചെന്നാൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇതേ ഐഡിയയിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള വലിപ്പത്തിൽ മുറിച്ച് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ചുവട് കണ്ടോ, ഇത് സിമെൻറ്റൊക്കെ ഇട്ട് നമ്മൾ ഉറപ്പിച്ച് ചെതലൊന്നും വരാതെ കമ്പി കേടുവന്ന് പോകാതെ സിമെൻറ്റിൽ ഒരു കട്ടയിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ടൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് എവിടെ വേണമെങ്കിലും എടുത്തുകൊണ്ടുപോയി സ്ഥാപിക്കാം. ഇത് നല്ല ചുവട്ടിൽ നല്ല വലിപ്പമുള്ളതുകൊണ്ട് സിമെൻ്റ് ആയതുകൊണ്ട് നമുക്ക് വലിയൊരു കുഴിയൊക്കെ എടുത്ത്, അല്ലെങ്കിൽ നമ്മൾ നടുന്ന പോട്ട് ചട്ടി വലിയ ചട്ടിയാണെങ്കിൽ ആ ചട്ടിയിൽ നമുക്കിത് നന്നായിട്ട് കുഴിച്ചിടാം. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെയുള്ള റിങ്ങുകളിലാണ് കാറ്റ് ക്ലോ, അതുപോലെ വൈറ്റ് കൊങ്ങിണി, വയലറ്റ് കൊങ്ങിണി, ഏത് ക്രീപ്പർ ചെടികളും ഇതേപോലെ നമുക്ക് ഭംഗിയായിട്ട് വളർത്തി ഇങ്ങനെ പടർത്തിയിട്ടാൽ നല്ല മനോഹരമായിട്ടുള്ള പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത്. എന്ത് ഭംഗിയാണെന്നറിയോ, ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. നമുക്കിനിയും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.